Voice of Marketing, in touch with positive people. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പ്രോബ്ലം സോൾവിങ്. ഒരു കസ്റ്റമറുടെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്ത് മാത്രമേ മുന്നോട്ട് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ആ കസ്റ്റമറുടെ പ്രശ്നം, ആ കസ്റ്റമർ അനുഭവിക്കുന്ന പെയിൻ എന്താണ്, പ്രയാസം എന്താണ്, അത് തൊട്ടറിയാൻ എക്സിക്യൂട്ടീവിന് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എൻ്റർപ്രണർക്ക് സാധിച്ചിരിക്കണം. അവിടെയാണ് സക്സസിൻ്റെ വെളിച്ചം തട്ടുന്നത്. എങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് നല്ല ഹാപ്പി കസ്റ്റമറായിട്ട് അവരെ പറഞ്ഞയക്കണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർ ഫേസ് ചെയ്യുന്ന മാനസിക ഇഷ്യൂകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ ആരാണ്, എന്താണ്, എവിടെ നിന്ന് വന്നു, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അയാളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ജോലിയുടെ സറൗണ്ടിങ് എന്താണ്. ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമ്മുടെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ചോദിക്കും, നമ്മുടെ മാനസിക തലത്തെക്കുറിച്ച് ചോദിക്കും. നമ്മളുടെ മുന്നിലിരിക്കുന്ന ആളുടെ മാനസിക തലം നമ്മൾ മനസ്സിലാക്കി വേണം ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ. ഒരു രസകരമായ കഥ പറയാം അതുമായി ബന്ധപ്പെട്ട്. ഈ കഥയുടെ തുടക്കം ഒരു പൂരപ്പറമ്പിലാണ് കേട്ടോ. പൂരം കാണാൻ അച്ഛനും മോളും കൂടി ക്ഷേത്രത്തിൽ പോയി. നല്ല തിരക്കാണ്. അപ്പോൾ പൂരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി കരയാൻ തുടങ്ങി. എന്താണ് കരയാൻ കാരണം എന്ന് അറിയില്ല. പൂരവും ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ മത്തങ്ങ ബലൂൺ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ബലൂൺ വാങ്ങിക്കൊടുത്തിട്ടും ഈ കുട്ടിയുടെ കരച്ചിൽ മാറുന്നില്ല. അപ്പോൾ അയാൾ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടി പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന, മോള് എന്താ മോക്ക് വേണ്ടേ. അയാൾ ഐസ്ക്രീം കണ്ടപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഐസ്ക്രീം കഴിച്ചാൽ കുട്ടിയുടെ കരച്ചിൽ മാറും എന്ന് വിചാരിച്ചിട്ട് അയാൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടും ആ കുട്ടിയുടെ സിദ്ധാന്തം മാറുന്നില്ല, അത് കരച്ചിൽ നിർത്തുന്നില്ല, പിന്നെയും അത് തേങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൂരപ്പറമ്പിലെ മറ്റൊരു വിഭവമാണ് ഈ കപ്പലണ്ടി. ആ ചട്ടുകെട്ട് രണ്ട് ഇളക്കിയിട്ട് മണലിട്ട് വറക്കുന്ന കപ്പലണ്ടി. അപ്പോൾ കപ്പലണ്ടി പൊതി ഒരെണ്ണം ആ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തു. എന്നിട്ടും ആ കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല, വീണ്ടും കരയുകയാണ്. അപ്പോൾ ഈ അച്ഛന് തോന്നി, ഇത്രയും ഐറ്റങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഈ കുട്ടി എന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, കരച്ചിലെന്താ നിർത്താത്തത്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി വരാത്തതുകൊണ്ട് ഇവളെയും കൊണ്ട് വന്നുകൊണ്ടുള്ള പ്രയാസമായിരിക്കുമോ. അച്ഛൻ, അപ്പോൾ ആ കുട്ടി ചെറിയ കുട്ടിയാണ്, അതിൻ്റെ അടുത്ത് വന്നിരുന്നു. മോളെ, എന്താണ് മോളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് മോളുടെ പ്രശ്നം എന്ന് ചോദിച്ച് അയാൾ ഇരുന്നപ്പോൾ ആ അച്ഛൻ മനസ്സിലാക്കി, ഈ കുട്ടിക്ക് പൂരം കാണാൻ കഴിയുന്നില്ല, ആനകളെ കാണാൻ കഴിയുന്നില്ല, കുറേ മനുഷ്യരുടെ കാലുകളും കുറച്ച് മനുഷ്യരുടെ വസ്ത്രങ്ങളും മാത്രമാണ് ഈ കുട്ടിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ആ അച്ഛൻ ആ കുട്ടിയെ എടുത്ത് സ്വന്തം തോളിൽ വെച്ചപ്പോൾ ആ കുട്ടി ആഹ്ലാദത്തോടെ ബലൂണും ഐസ്ക്രീമും താഴേക്കിട്ടിട്ട് കൈകൊട്ടി ചിരിച്ച് ആ അച്ഛൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അപ്പോൾ ആ കുട്ടിക്ക് പൂരം കാണാത്തത് കൊണ്ടാണ് ആ കുട്ടി കിടന്ന് ഇത്ര ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കസ്റ്റമറെ നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ മാനസിക തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്, ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്, ആ കമ്പനിയുടെ ഓണർക്ക് കഴിയുമ്പോൾ ആ ബിസിനസ് ക്ലോസ് ആവും. അങ്ങനെ ഓരോ മനുഷ്യരുടെയും മാനസിക തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മുന്നിൽ വരുന്ന കസ്റ്റമർ ആരാണ്, എന്താണ്, മാനസിക തലം എന്താണ്, അത് മനസ്സിലാക്കാൻ അവരിലേക്ക് ഇറങ്ങി വരണം. ഒരു കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കസ്റ്റമറെ മനസ്സിലാക്കണം. അയാളുടെ മാനസിക തലത്തിൽ നിന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാളുടെ പ്രശ്നം എന്താണ്, അയാളുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അയാളുടെ ആവശ്യം മനസ്സിലാക്കി ആ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കാൻ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്, ഒരു കമ്പനി ഓണർക്ക് സാധിക്കുമ്പോൾ ആ ബിസിനസ് ക്ലോസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ആറ്റിറ്റ്യൂഡിൻ്റെ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.